നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഈ സാധാരണ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള മിനറൽസുകളും കെമിക്കൽസുകളും ഈ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് രണ്ടായിട്ട് മാറ്റാൻ സാധിക്കുന്നത് മനസ്സിലാക്കാണല്ലോ. എങ്കിലും പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, ഈ മിനറൽ റിച്ച് ആയുള്ള കങ്ങൻ വാട്ടർ റെഗുലറായിട്ട് ഉപയോഗിച്ചാൽ എന്തുകൊണ്ടാണ് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധാരണ വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ ഇത് പ്രോസസ്സിന് ശേഷം ഉണ്ടായ രണ്ട് ടൈപ്പിലെ വെള്ളത്തിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ഈ കാര്യം ഒന്ന് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം. ഈ ഒരു പ്രോസസ്സിംഗ് നടക്കുമ്പോൾ മുകളിൽ കൂടെ പ്രൊഡ്യൂസ് ആകുന്ന ഹൈഡ്രോജൻ റിച്ച് ആയിട്ടുള്ള വെള്ളമാണ്. നമ്മുടെ ഇന്നത്തെ മോഡേൺ ജനറേഷൻ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിന് വേണ്ടി കൺസ്യൂം ചെയ്യുന്ന സപ്ലിമെന്റ് ഒന്നാണ് ഹൈഡ്രോജൻ. പക്ഷെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധാരണ വെള്ളത്തെ മിനറൽ റിച്ച് ആയുള്ള ഹൈഡ്രോജൻ വാട്ടർ ആക്കാൻ ഈ ഒരു മെഷീന്റെ കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് ഏതൊരു വെള്ളം വേണമെങ്കിലും ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചിട്ട് ഹൈഡ്രോജൻ വാട്ടർ ആയിട്ട് കൺവേർട്ട് ആക്കാൻ സാധിക്കും. പക്ഷേ ഇമ്പ്യൂരിറ്റി ഉള്ള വെള്ളത്തിന് ഹൈഡ്രോജൻ വാട്ടർ ആക്കിയിട്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമോ? കാരണം അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ ശരീരത്തിൽ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. ഞാൻ ഈ പറയുന്ന കാര്യം വ്യക്തമാണെന്നുണ്ടെങ്കിൽ നല്ല ക്ഷീണമുള്ളവരോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നവരോ ഈ കങ്ങൻ വാട്ടർ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. പെട്ടെന്ന് അവരുടെ ശരീരം റീ എനർജറ്റിക് ആവും. കാരണം ഇത് മിനറൽ ബേസ് ആയിട്ടുള്ള ഹൈഡ്രോജൻ ആണ്. ഒരു സാധാരണ ഹൈഡ്രോജൻ വാട്ടർ കുടിച്ചാൽ ഈ ഒരു മാറ്റം നമുക്ക് മനസ്സിലാകത്തില്ല. കങ്ങൻ വാട്ടറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിന്റെ ഇലക്ട്രോൺ ചാർജ്, ആന്റി ഓക്സിഡന്റ് ചാർജ് അല്ലെങ്കിൽ ലൈവ് വാട്ടർ എന്നൊക്കെയാണ് ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. വെള്ളത്തിന്റെ ഇലക്ട്രോൺ ചാർജ് നമുക്ക് ORP മീറ്റർ ഉപയോഗിച്ച് അളക്കാൻ സാധിക്കും. ഇതിന് ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യോമീറ്റർ എന്നാണ്. ഇത് വെള്ളത്തിന്റെ ഇലക്ട്രോൺ ചാർജ് മില്ലി വോൾട്ടിലാണെന്ന് കാണിക്കും. ഇതിനകത്ത് പോസിറ്റീവായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെള്ളം എത്രത്തോളം ദ്രവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ പഴകി എന്നുള്ളതാണ്. ഇതിനകത്ത് മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്താൽ ആ വെള്ളത്തിൽ എത്ര ലൈഫ് ബാക്കിയുണ്ട് അല്ലെങ്കിൽ ആന്റി ഓക്സിഡന്റ് ചാർജ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഈ സാധാരണ വെള്ളത്തിനകത്ത് മിനറൽസുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് ഇരുന്ന് പഴകുന്നതിലൂടെ അല്ലെങ്കിൽ ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് മിക്സ് ആയി കഴിഞ്ഞാൽ ഈ മിനറൽസുകളെ നാച്ചുറൽ ആയിട്ടുള്ള ഇലക്ട്രോൺ ചാർജ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത് എപ്പോഴും നമുക്ക് പ്ലസ്സിലായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് മൈനസ് വരത്തില്ല. ഇതേ വെള്ളത്തിലടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഇമ്പ്യൂരിറ്റീസിനെയാണ് ഇത് താഴെ കൂടെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇമ്പ്യൂരിറ്റീസ് ആയതുകൊണ്ട് ഇതിന്റെ ഓക്സിഡേഷൻ ചാർജ് വളരെ കൂടുതലായിരിക്കും. ഇങ്ങനത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെയാണ് ഒരു സാധാരണ വെള്ളത്തെ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഇമ്പ്യൂരിറ്റീസ് വെള്ളത്തിന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ മിനറൽസുകൾ ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. ആ മിനറൽസുകൾ കാതോട് പ്ലേറ്റോട് വരച്ചിട്ട് വെള്ളം ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് കൺവേർട്ട് ആവും. ഈ -ORP ഉള്ള വെള്ളത്തിനാണ് നമ്മൾ ആന്റി ഓക്സിഡന്റ് വാട്ടർ അല്ലെങ്കിൽ ലൈവ് വാട്ടർ എന്നൊക്കെ പറയുന്നത്. ഇത് നമുക്ക് -ORP ഇൻഡിക്കേറ്റ് ചെയ്യും. ഇങ്ങനെ ഇലക്ട്രോൺ ചാർജ് വെള്ളം നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുകൾക്ക് എപ്പോഴും എനർജി ഉണ്ടാവും. അവിടെ ഡിപ്പോസിറ്റ് ആകുന്ന ടോക്സിൻ ഇതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് ഫംഗ്ഷൻ ഒരു സെല്ലുകൾ നടന്നു കഴിഞ്ഞാൽ ആ സെൽ പെട്ടെന്ന് നശിക്കത്തില്ല. അതുകൊണ്ടാണ് കങ്ങൻ വാട്ടർ കുടിക്കുന്നവരുടെ ശരീരത്തിൽ ഏജിങ് പ്രോസസ്സ് കൂടാത്തത്. ഈ ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉള്ളവർ, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ, അതുപോലെ തന്നെ സെക്സ്വൽ പ്രോബ്ലം ഉള്ളവർ ഈ കങ്ങൻ വാട്ടർ റെഗുലറായിട്ട് ഉപയോഗിച്ച് നോക്കിയാൽ പെട്ടെന്ന് മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പഴക്കമുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ദോഷമല്ലേ ഉണ്ടാകത്തുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ പഴക്കമുള്ള വെള്ളവും നമ്മുടെ ശരീരത്തിൽ ദോഷം ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ആവശ്യം ഈ ജീവനുള്ള വെള്ളം തന്നെയാണ്. പിന്നെ കങ്ങൻ വാട്ടറിന് മൂന്നാമത്തെ ഒരു പ്രത്യേകതയാണ് ഇതിന്റെ സോഫ്റ്റ്നെസ്. നമ്മുടെ ഈ സാധാരണ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടൈപ്പിലുള്ള വെള്ളത്തിന്റെ കോമ്പിനേഷൻ ആണ്. ഇതിനകത്ത് ഇപ്പോൾ സോൾട്ട് ഉണ്ടെന്ന് വെച്ചോ, ഇതിനകത്ത് ക്ലോറിൻ ഉണ്ടെന്ന് വെച്ചോ, ഇത് രണ്ടും കൂടെ വെള്ളത്തിൽ മിക്സ് ആയി കഴിഞ്ഞാൽ ഇത് ജോയിന്റ് ആവും. അവിടെയാണ് വെള്ളത്തിന്റെ ക്ലസ്റ്റർ ഹെവി ആകുന്നത്. ഇത് കുടിക്കുമ്പോൾ ഹാർഡ്നെസ് ഫീൽ ആവുന്നത് മാത്രമല്ല, ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇത് ശരീരത്തിൽ ഫാസ്റ്റ് ആയിട്ട് അബ്സോർവ് ആകത്തില്ല. ഇതിനെ രണ്ടായിട്ട് തരംതിരിച്ചു കഴിഞ്ഞാൽ മിനറൽ ബേസ് വെള്ളമാണ് നമ്മൾ കുടിക്കുന്നെങ്കിൽ ഇത് ശരീരത്തിൽ ഫാസ്റ്റ് ആയിട്ട് അബ്സോർവ് ആകുന്നത് മാത്രമല്ല, ഇത് നമ്മുടെ സെല്ലുലർ ലെവൽ വരെ എത്തും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ന്യൂട്രിയൻ സപ്ലൈ ചെയ്യാനും അതുപോലെ ഓക്സിജൻ സപ്ലൈ ചെയ്യാനും ഈ വെള്ളത്തിന് സാധിക്കും. ഈ രണ്ട് ഫംഗ്ഷൻ സെല്ലുകൾ നടന്നു കഴിഞ്ഞാൽ സെല്ലുകൾ എപ്പോഴും ലൂബ്രിക്കേറ്റ് ആയിട്ടിരിക്കും, ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് കങ്ങൻ വാട്ടർ കുടിക്കുന്നവർക്ക് ഡീഹൈഡ്രേറ്റ് സംബന്ധമായ പ്രോബ്ലങ്ങൾ ഉണ്ടാകാത്തത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരാൻ സാധിക്കും. അതിന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചായ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ വെള്ളം 100 ഡിഗ്രിയിൽ വെട്ടിത്തിളക്കണം. എന്നാൽ മാത്രമേ ആ ഒരു വെള്ളത്തിൻ്റെ ക്ലസ്റ്റർ ചെറുതാകത്തുള്ളൂ. ഒരു തേയിലയ്ക്കുള്ളിൽ ആ ഒരു വെള്ളത്തിന് ചെല്ലാൻ സാധിക്കത്തുള്ളൂ. ഒരു സാധാരണ വെള്ളത്തിനകത്തോട്ട് നമ്മൾ ചായ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കത്തില്ല. കാരണം ഇതിൻ്റെ ഹെവി ക്ലസ്റ്ററാണ്. ഇതിപ്പം ചായ ആയിട്ടില്ല. ഇതേ വെള്ളത്തിനകത്തോട്ട് നമ്മുടെ താഴെ കൂടെ പോയ കെമിക്കൽസുകളൊന്ന് ഒഴിച്ചു നോക്കാം. ഇതിനകത്തും ഇത് സാധ്യമല്ല, ഹെവി ക്ലസ്റ്റർ ആയിട്ടുള്ള വെള്ളമാണ്. ഇതേ വെള്ളത്തിനകത്തോട്ട് നമ്മുടെ കങ്കൻ ഒന്ന് ഒഴിച്ച് കാണിക്കാം. വിത്തിൻ സെക്കൻഡ് ഇത് ചായ ആയിട്ട് മാറും. ഞാൻ ഇവിടെ ചായ ഉണ്ടാക്കുന്ന വിദ്യയല്ല കാണിച്ചത്. പച്ചവെള്ളത്തിന് ഒരു ശരീരത്തിലൂടെ എത്ര ഫാസ്റ്റായിട്ട് കടന്നു ചെല്ലാന്നാണ് കാണിച്ചത്. നിങ്ങൾ ഇതേ വെള്ളത്തിനകത്തോട്ട് ജീരകം ഇട്ട് നോക്കാം, മഞ്ഞൾ ഇട്ട് നോക്കാം, ഏതെങ്കിലും മസാല ഇട്ട് നോക്കാം. 100 ഡിഗ്രി തിളച്ച വെള്ളത്തിന്റെ അതേ ഗുണങ്ങൾ ഒരു പച്ചവെള്ളം ചെയ്യും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ ഈ ഡൈജസ്റ്റ് സംബന്ധമായ പ്രോബ്ലം ഉള്ളവർ, UTI പ്രോബ്ലം അല്ലെങ്കിൽ മൈഗ്രെയിൻ, കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉള്ളവർ ഈ വെള്ളം ഒന്ന് റെഗുലറായിട്ട് ഉപയോഗിച്ച് നോക്കുക. വിത്തിൻ 3 ഡേയ്സ് ആണ് റിസൾട്ട് കിട്ടുന്നത്. ഒരു വെള്ളം റെഗുലറായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും. പിന്നെ കങ്ങൻ വാട്ടർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ വെള്ളം മിനറൽ റിച്ച് ആയിട്ടുള്ള വെള്ളമാണെന്നുള്ളതാണ്. ഈ മിനറൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസിന്റെ വളർച്ചയ്ക്കും അതുപോലെ ശരീരത്തിൽ നടക്കുന്ന pH ബാലൻസിനെ കറക്റ്റ് ചെയ്യാനും ഈ മിനറൽസുകൾ തന്നെ വേണം. നമ്മുടെ ബ്ലഡിന്റെ pH വാല്യൂ 7.4 ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കിഡ്നിക്ക് എപ്പോഴും ഈ മിനറൽസുകൾ വേണം. ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കുടിക്കുന്ന വെള്ളത്തിൽ നിന്നുമാണ് കിട്ടുന്നത്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസിൽ നിന്ന് വലിച്ചെടുത്തിട്ടായിരിക്കും കിഡ്നി ഈ ഒരു ഫംഗ്ഷൻ നടത്തുന്നത്.
ഇത് ക്യാൻസർ, കുഴഞ്ഞുവീണ് മരണം, പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ എന്ന് മാത്രമല്ല ഒരു മനുഷ്യന്റെ കംപ്ലീറ്റ് ബിഹേവിയർ ചേഞ്ച് ആക്കുന്ന ഒന്നാണ് അസിഡോസിസ്. ഇന്ന് മനുഷ്യന്റെ രാക്ഷസ പ്രകൃതിക്ക് മെയിൻ കാരണം ഇത് അസിഡോസിസ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും കുടിക്കുന്ന വെള്ളത്തിലെല്ലാം ഈ ആൽക്കലൈൻ മിനറൽസ് ഉൾപ്പെടുത്തണം. നമ്മൾ കുടിക്കുന്ന സാധാരണ വെള്ളത്തിനകത്ത് മിനറൽസുകളെല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് മിനറൽസിനേക്കാളും കൂടുതൽ കെമിക്കൽ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് അസിഡിക് നേച്ചറിലോട്ട് പോയി. അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കെമിക്കൽസുകളെ ഈ താഴെക്കൂടെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കംപ്ലീറ്റ് കെമിക്കൽ താഴെക്കൂടെ ഡിസ്ചാർജ് ആക്കി. അപ്പം നമുക്ക് സാധാരണ കിട്ടുന്ന വെള്ളത്തിലെ കെമിക്കൽസ് എല്ലാം മാറ്റി കഴിഞ്ഞാൽ അവിടെ ബാക്കി വരുന്നത് മിനറൽസ് മാത്രമായിരിക്കും. അപ്പോൾ ഇത് മിനറൽസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് pH റിപ്പോർട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ബ്ലൂ കളർ വരണം. ബ്ലൂ കളർ വന്നു കഴിഞ്ഞാൽ ആ വെള്ളം മിനറൽ ബേസ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഈ മിനറൽ റിച്ച് ആയിട്ടുള്ള വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെ അസിഡോസ് സംബന്ധമായ പ്രോബ്ലത്തിനെല്ലാം ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കിട്ടുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം ഒന്നുകൂടി വ്യക്തമാക്കണമെന്നുണ്ടെങ്കിൽ ഈ അസിഡിറ്റി ഉള്ളവർ, അൾസർ ഉള്ളവർ, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ എന്നീ സിംറ്റംസ് ഉള്ളവർ ഈ വെള്ളം ഒന്ന് റെഗുലറായിട്ട് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ സിംറ്റംസ് എല്ലാം അസിഡോസിന്റെ സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇത് പലതരത്തിലുള്ള മാരക രോഗങ്ങളിലേക്ക് എത്തിക്കും. അങ്ങനത്തെ ഉള്ള അവസ്ഥയെ തരണം ചെയ്യാൻ ഈ മിനറൽ റിച്ചായ വെള്ളം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് കങ്കന വാട്ടർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ മാറ്റങ്ങൾ 100% കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം.